എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നിരഞ്ജനയോട് ഇതിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കണം. അതെ, സേതു വന്നു കഴിയുമ്പോൾ പാമ്പ് പാമ്പെന്ന് കിടന്ന് വിളിച്ചു പറയണമെന്ന്. അതൊക്കെ പറഞ്ഞിട്ട് ഇതന്നെ അങ്ങോട്ട് മാറിപ്പോയി. ഈ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വരുന്നേ. സേതു വന്ന ഉടനെ നിരഞ്ജന എന്ത് ചെയ്യുവാണ്, ഇതേ പാമ്പ് പാമ്പെന്ന് കിടന്ന് അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. സേതു പെട്ടെന്ന് പാമ്പോ എവിടെ? അതെ, ആ ലേഡീസ് ബാത്റൂമിന്റെ അവിടെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തിനും പെട്ടെന്നൊരു വടിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുവാണ്. എവിടെയാന്ന് ചോദിക്കണം. ഇതിന് അകത്തുണ്ടെന്ന് പറയണം. അങ്ങനെ സേതു അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്യാണ്, ഓടി അങ്ങോട്ട് വന്നിട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് ലോക്ക് ചെയ്യാണ്. അപ്പത്തേനും കുട്ടികളൊക്കെ തടിച്ചുകൂടി. അപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ഇത് അവന്റെ എപ്പോഴത്തെ പരിപാടിയാ, ലേഡീസ് ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയൊക്കെയാണ് പണ്ടേ ഉള്ള. എന്നാലും അവൻ ഇത്രമാത്രം വൃത്തികെട്ടവനാന്ന് വേറെ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ കൃത്യസമയത്ത് വന്നുകൊണ്ട് അവനെ പൂട്ടാനായിട്ട് പറ്റി. അവന്റെ കള്ളത്തരം ഇന്നെങ്കിലും പിടികൂടണം എന്ന് പറയണം. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക. അല്ലെങ്കിലും നിങ്ങളെല്ലാരും എപ്പോഴും വരുന്ന സ്ഥലമല്ലേ ഇത്. അവനെപ്പോലെയല്ലോ ഫ്രോഡ് ഈ കോളേജിൽ കയറാൻ പാടുണ്ടോ? അവൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന എന്തൊക്കെയാ. ഇതിനേക്കാളും വലിയ നാണക്കേട് വരാനില്ലെന്ന് പറയണം. ആ സമയം സേതു അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതേ ഞാൻ അങ്ങനെ കയറിയൊന്നുമില്ല. എന്റെ നിരപരാധിത്വം എനിക്ക് വെളിപ്പെടുത്തണം. എന്നെയൊന്ന് തുറന്നു വിടാൻ പറയണം. അങ്ങനെ നിന്നെ തുറന്നു വിടാനൊന്നും പോകുന്നില്ലടാ. നീ അതിനകത്ത് കിടക്ക്. നീ എത്ര വൃത്തികെട്ടാണെന്ന് എല്ലാരും അറിയട്ടെ. പോലീസിനെ വിളിക്കാൻ പോവാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കൂടാ. പീഡനത്തിന് നിനക്ക് എതിരെ കേസെടുക്കുമെന്നൊക്കെ പറയണം. ഇതെല്ലാം കിട്ടുമ്പോൾ സേതു പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്താൽ ശരിയെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പല്ലവി ടീച്ചർ ആന ടീച്ചറും സംസാരിച്ചുകൊണ്ട് വരികയാണ്. ആ സമയം സാധ്യം അങ്ങോട്ട് ഓടിച്ചെന്നു. പിന്നീട് ആന ടീച്ചറായിട്ട് പറഞ്ഞു, അതേ ആന ടീച്ചറെ, അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണ ലേഡീസ് ടോയ്ലറ്റിനവിടെ. അവിടെ എന്താ പ്രശ്നം? അല്ല അത് പിന്നെ ഉണ്ടല്ലോ, ആ ക്യാൻറ്റീൻ ജീവനക്കാരൻ സേതു ഉണ്ടല്ലോ, ആ സേതുമാധവൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആകെപ്പാടെ നാണക്കേടായിട്ട് ഇരിക്കുക. അതേ കുട്ടികളെല്ലാം ചുറ്റും കൂടി പോലീസിനെ വിളിക്കുമെന്നൊക്കെയാ പറയണേന്ന് പറയാം. ഇത് കേട്ടത് പല്ലവി ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നെ ആന ടീച്ചറും പല്ലവിയും കൂടെ അങ്ങോട്ട് വന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ആകെപ്പാടെ പ്രശ്നമായി. അങ്ങനെ പല്ലവിനെ കണ്ടത് ഇന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, എന്താണേലും അവൻ കാണിച്ചു ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ. ലേഡീസ് ബാത്റൂമിനകത്തേക്ക് കയറിയിരിക്കുന്നു. അവനിത് പണ്ടേ ഉള്ള ശീലമാണ്. എന്നിട്ടോ ഇതൊരുമാതിരി മനോരോഗം എന്ന് പറയണ്ടേ. അല്ലെങ്കിൽ തന്നെ മനോരോഗം ഇല്ലെങ്കിൽ ഇവന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് കുറച്ച് കടന്ന കൈയായിപ്പോ കേട്ടോ. ഇവിടെ ഇത്രയും കുട്ടികൾ പഠിക്കുന്നതല്ലേ. അതും പറഞ്ഞിട്ട് ഇവന് ഇത്ര നാണംകെട്ട പരിപാടി. എന്നാലും ക്യാൻറ്റീൻ ജീവനക്കാരനായിട്ട് വന്നിട്ട് അവൻ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്നു തോന്നില്ല. ആണുക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പത്തേക്കും അങ്ങോട്ട് പ്രിൻസിപ്പാളും കൂടെ വന്നു. ആരോ പറഞ്ഞ് പ്രിൻസിപ്പാൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ വന്ന ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ല സാറേ, സാറല്ലേ ഇമാതിരി ക്യാൻറ്റീൻ ജീവനക്കാരെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരുത്തനാടെ ലേഡീസ് ബാത്റൂമിൽ കയറിയിരിക്കുക. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ നാണക്കേട് വേറെ ഇല്ല. കോളേജിലേക്ക് തങ്ങളുടെ കുട്ടികളെ വിടാൻ പോലും കാരണന്മാരും ഭയപ്പെടും. കാരണം ഇവനെ പോലെയുള്ള ക്രിമിനൽസുകളൊക്കെയല്ലേ ഇവിടെ ഉള്ളേ. അവനൊരു മനോരോഗ്യ സാറേ എന്നൊക്കെ പറയാം. അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോളേജിൽ നിന്ന് അടിച്ചു പുറത്താക്കണം എന്ന് പറയാണ്. തീർന്നും പല്ലവി പറഞ്ഞു, സാറേ എനിക്ക് എന്താളത് വിശ്വാസമില്ലെന്ന് പ്രിൻസിപ്പളിനോട് പറയണം. അതെന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? സേതുവേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല. പിന്നെ സ്വന്തം കാമുവിനെ രക്ഷിക്കാനായിട്ട് അങ്ങനെ പല കഥകളും ഇവരെ പറഞ്ഞിരിക്കും. അതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അല്ല സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കാൻ പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എനിക്ക് എന്താളും വിശ്വാസമില്ല. നിങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. എന്നാ ഇപ്പൊ കണ്ടോ അവന്റെ ചമ്മിയ മുഖം കാണിച്ചാലാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്ദ്രൻ ചെന്ന കഥ തുറന്നു വിടുക. അങ്ങനെ സേതു പുറത്തേക്ക് ഇറങ്ങി വരുക. സേതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ എല്ലാവരും ഉണ്ട്. സേതുവിന് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എടാ നീ എന്നാലും ഇത്രയ്ക്ക് വൃത്തിയുടെ പരിപാടി കാണിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ലെന്ന് പറയണം. സേതുവിന് നല്ല ദേഷ്യം വന്നു. സേതു ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയണം. പിന്നെ ചെയ്തിട്ടില്ല പോലും. അതെ, നിരഞ്ജനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി പാമ്പെന്ന് പറഞ്ഞ അവിടെ അങ്ങനെ ഞാൻ അതിനകത്തേക്ക് കയറിയതാന്ന് പറയണം. പാമ്പെന്ന് പറഞ്ഞു പോലും. സത്യമാണോ മോളെ, നീ അങ്ങനെ പറഞ്ഞോന്ന് ഇന്ദ്രൻ ചോദിക്കണം. ഇത് കേട്ടോ നിരഞ്ജന പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളെ കണ്ടിട്ട് കൂടി ഇല്ലെന്ന് പറയണം. പിന്നെ എങ്ങനെയാ ഞാൻ പറയുന്നേ? എടോ തന്നെ ഞാൻ എവിടെ വെച്ചാ കണ്ടേന്ന് ചോദിക്കണം. സേതു പറഞ്ഞു, ഇതേ കുട്ടി കള്ളം പറയരുത്. കള്ളമൊന്നും പറഞ്ഞല്ല, താനാ കള്ളം പറയുന്നേ. എന്നാലും എന്റെ പേരിൽ ഇത്രയും വലിയ മുട്ട കള്ളത്തരം പറയേണ്ട തനിക്ക് എങ്ങനെ തോന്നിയിടന്നൊക്കെ ചോദിക്കുക. പല്ലവിക്ക് ഏകദേശം കാര്യങ്ങളുടെ രൂപം പിടികിട്ടി. കാരണം ഇവൾക്ക് ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട്. ആര് പറഞ്ഞ് എന്തിനു വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ സേതുവേണ്ട മനഃപൂർവ്വം കൊടുക്കുക ചെയ്തേ. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടിട്ട് കാല പോലീസിനെ വിളിക്കണം, പോലീസ് വട്ടെ എന്ന് പറയണം. പ്രിൻസിപ്പൾ പറഞ്ഞു, പോലീസ് വന്നിട്ട് ആ പാടെ കോളേജിനെ നാണക്കേടാ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് പോലീസിനെ വിളിക്കണ്ട. പോലീസിനെ വിളിക്കണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് ഒരു കോംപ്രമൈസിൽ എത്തണം. എന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. എന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ പോലീസിനെ വിളിക്കില്ല, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട്
പ്രിൻസിപ്പൾ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് പല്ലവി എന്ത് ചെയ്യുക, പല്ലവി നേരെ നിരഞ്ജന അടുത്ത് പോയി. അപ്പം പ്രിൻസിപ്പൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതുവിനാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ആ പോയ പ്രിൻസിപ്പൾ അതേപടി തന്നെ തിരികെ വരുവാണ്. തിരികെ വന്നിട്ട് സേതുവിന്റെ കയ്യെ പിടിച്ചിട്ട് താനും കൂടെ അങ്ങോട്ട് വാ, ഇനിയിപ്പം ഇവിടെ സത്യം തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ പോലീസ് വരട്ടെ, പോലീസ് വന്ന് രണ്ടുപേരും തീരുമാനിക്കാന്ന് പറഞ്ഞ സേതുവിന്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇന്ദ്രൻ എന്തെന്നില്ലാത്ത സന്തോഷമായി. പിന്നീട് പല്ലവിയുടെ അടുത്ത് എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. പല്ലവി പറഞ്ഞ് എനിക്കറിയാം ഇന്ദ്ര, ഇത് നിന്റെ കളിയാന്നറിയാം. ആണോ? എന്ത് ചെയ്യാൻ പറ്റും എന്റെ പല്ലവി ടീച്ചറെ, ഇതാ പറഞ്ഞ് എന്നോട് കളിക്കരുതെന്ന് പറഞ്ഞ് ഇപ്പം മനസ്സിലായില്ലെന്ന് ചോദിക്കണം. പല്ലവിക്ക് നല്ല ദേഷ്യം സങ്കടമായി. പല്ലവി നേരെ നിരഞ്ജന അടുത്ത് നിന്ന് എന്നിട്ട് സത്യമാണ് നിരഞ്ജനെ പറയണേ, നീ പാമ്പെന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല, ഞാൻ എന്നാ ടീച്ചറോട് കള്ളം പറയണേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം. എനിക്ക് നല്ല സംശയമുണ്ട്, നീ ഇങ്ങോട്ട് വാ, എനിക്കൊന്ന് ചോദിക്കണമെന്ന് പറയണേ. എന്തിന് എന്നോട് ചോദിക്കൊന്നും വിടാരും, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണേ. നിന്നോട് വരാൻ പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം. ഇതേട്ട് ഇന്ദ്രൻ ചോദിച്ചു, അവളെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോന്നേ? അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നെയെന്ന് ചോദിക്കുക. അതെ, നിങ്ങൾ അവിടെ മിണ്ടായിരുന്നാൽ മതി മിസ്റ്റർ ഇന്ദ്രജിത്ത്. ഇതേ ഞാനും എൻ്റെ സ്റ്റുഡൻറ്റും തമ്മിലാണ്. സ്റ്റുഡൻറ്റിനെ ചോദ്യം ചെയ്യാൻ ടീച്ചറിന് അവകാശമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവളെ ചോദ്യം ചെയ്യും. ഇവൾക്കിനി എന്തെങ്കിലും അറിയാമെന്ന് അറിയത്തില്ലോ, ഇവളെ ഞാൻ ചോദ്യം ചെയ്തിട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ ബലമായിട്ട് അവളുടെ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി നിരഞ്ജനയ്ക്ക്, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലോ. അങ്ങനെ നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിലുവാണ്. പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് അവളെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ ചിതെന്താ നിരഞ്ജനയും കൂടെ ഇങ്ങോട്ട് വന്നേ. സാർ, ഞാൻ പറഞ്ഞില്ലേ സേതുവേട്ടൻ എന്തായാലും തെറ്റും ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷേങ്കിൽ അത് തെളിയണം. പിന്നീട് നിരഞ്ജന ചോദിച്ചു, നിരഞ്ജന സത്യം പറ, അവിടെ എന്താ നടന്നതെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കള്ളത്തിലൊന്നും അല്ല പറഞ്ഞതെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് പല അന്നാണോ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം സാറേ, ആ CCTV എന്ത് വെച്ചാൽ ഞങ്ങൾ പരിശോധിക്കാം. അപ്പൊ അതിനകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഉള്ളതാണല്ലോ, അത് നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ നമുക്കറിയാലോ ആരാ കള്ളത്തരം പറഞ്ഞേ ആരാ സത്യം പറയുന്നതൊക്കെ അറിയാലോ എന്ന് പറയണം. നീ സേതുവേട്ടനെ കണ്ടിട്ടില്ലെന്നല്ല പറഞ്ഞേ, അപ്പൊ കണ്ടില്ലെന്ന് ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് പറയണം. ഇത് കേട്ടത് നിരഞ്ജന മുഖമൊക്കെ അങ്ങോട്ട് മാറി, ആകെപ്പോഴെ ടെൻഷനായി. പിന്നീട് പ്രിൻസിപ്പള് CCTV ദൃശ്യങ്ങൾ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നിരഞ്ജന സേതുവും തമ്മിൽ കാണുന്നതും സേതു ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, വടിയും പിടിച്ചോണ്ട്. പ്രിൻസിപ്പളിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിരഞ്ജനയോട് പല്ലവി പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട്? നീ എത്രയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് മറിച്ചൊക്കെ ശ്രമിച്ചാലും കണ്ടോ സത്യങ്ങൾ വെളിച്ചത്ത് വന്ന് കണ്ടോ. പക്ഷെ ഇനി ഒരു കാര്യം കൂടെ അറിയണം, നീ സ്വയം മനസ്സാലെ ഇങ്ങനെ ചെയ്യത്തില്ല, നീ ഒരു കാരണവശാലും സേതുവിന്റെ ശത്രുവല്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരാ അതെനിക്ക് അറിയണമെന്ന് പറയാം. ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കില്ല, അവസാനം കുറെ സമയം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ. ഇന്ദ്രൻ പറഞ്ഞിട്ടാണ്. ഇത് കേട്ട സേതുവിനെങ്കിൽ ദേഷ്യം വന്നു. പിന്നീട് പല്ലവി എന്ന അവിടുന്ന് വെടിയും പുകയും പോലെ അങ്ങോട്ട് പോവാണ് ഇന്ദ്രന്റെ അടുത്തേക്ക്. ഇന്ദ്രനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം പ്രിൻസിപ്പൾ സേതുവിനോട് മാപ്പ് പറഞ്ഞു. അതെ, ഈ കോളേജിന്റെ പേരിൽ ഞാൻ സേതുവിനോട് മാപ്പ് ചോദിക്കുക, അറിയത്തില്ലാതെ പറ്റിപ്പോയ തെറ്റാ, കുറ്റപ്പെടുത്തലുകളെന്നൊക്കെ പറയണം. പക്ഷേ സേതു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സേതു നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം ഇന്ദ്രൻ വലിയ ആൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സേതുവിനോട് ഡിസ്മിസ് ചെയ്യുന്നൊക്കെ ഓർത്തുണ്ട്, അവന്റെ സസ്പെൻഷൻ കിട്ടിക്കാണെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് സേതുവിന്റെ വരവ്. എടാ, ഞാൻ നിന്റെ വരവ് പ്രതീക്ഷിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്നേന്ന് ചോദിക്കാം. എങ്ങനെയായി, കോളേജിൽ നിന്ന് പുറത്തായി അല്ലേന്ന് ചോദിക്കണം. അതെ, കോളേജിൽ നിന്ന് പുറത്തായി, പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണ്ടേന്ന് ചോദിക്കും. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. നിനക്കിട്ടൊന്നും തരാതെ എനിക്ക് ഞാൻ പോകുന്ന എങ്ങനെയാ എന്ന് പറഞ്ഞ് ഒറ്റ അടിയായിരുന്നു. ഇന്ദ്രന്റെ കാരണം നോക്കി. പിന്നീട് അവിടെ സേതുവിന്റെ സംഹാര നാടകമാണ് നടന്നത്. സേതു ഇന്ദ്രന്റെ അവിടെ കിടന്ന് പൂരം അടി. അവസാനം പ്രിൻസിപ്പൾ വന്നു. പ്രിൻസിപ്പൾ നോക്കുമ്പോൾ രണ്ടും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുക, വലിയ മുട്ടപ്പത്തലൊക്കെ എടുത്തു വെച്ച്. പ്രിൻസിപ്പൾ നിങ്ങളെന്താ ഓർത്തെ, ഇത് ചന്തയാണോ, രണ്ടുപേരും കൂടി ഈ സെക്കൻഡിലൂടെ ഇറങ്ങിക്കോണെന്ന് പറയാം. ഇന്ദ്രൻ അത് പിന്നെ സാറേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഇവനെ എന്നെ അടിച്ചെന്ന് പറയാം, കൂടുതൽ നീ വാചകമൊന്നും അടിക്കാണെന്ന് പറയാം. സാറേ ഇതാ സാറേ, കാരണം തെറ്റ് ചൂണ്ടി കാണിച്ചു തന്നപ്പോൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുമെന്ന് ചോദിക്കാം. നിന്നോടല്ലേ പറഞ്ഞ ഇന്ദിര, നീ ഇവിടെ വേണ്ട അവനും വേണ്ട, രണ്ടുപേരും പോയിക്കോളൂ, രണ്ടുപേരുടെ മുഖം പോലും ഇവിടെ ആർക്കും കാണണ്ട. ഇതേ കോളേജിലേക്കാന്ന് പറഞ്ഞ് മേലെ നിന്നെ ഇങ്ങോട്ട് കണ്ടേക്കല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യൻ ആപ്പടെ വിഷമമായിപ്പോയി. നല്ലൊരു ചാൻസ് തട്ടിക്കുളിച്ച് സ്വാതിക്ക് അതിനേക്കാളും വിഷമം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുവാണ്. പിന്നീട് പൂർണിമയുടെ അടുത്ത് ഋതുവും അച്ചുവും സ്വാതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സ്വാതി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോളേജിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ സേതുമാധവന് ബാത്റൂമിൽ കയറിയ കാര്യം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ചോട് ഒരു കാരണവശാലും എൻ്റെ വലിയേട്ടൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാം. പിന്നെ ഒരു വലിയേട്ടൻ വന്നിരിക്കുന്നു, വലിയേട്ടൻ പുരാണം പാടിക്കൊണ്ട് ചേച്ചോടെ ഇരുന്നോളാൻ പറയാണ്. പൂർണ്ണ മനസ്സേതും അങ്ങനെയും ചെയ്യത്തില്ല. അത് പക്ഷെ അമ്മയ്ക്ക് പറയാം, എനിക്ക് നാണക്കേട്. അതെ, ഞാൻ പുന്നമടത്തിലെ മാധവമേനന്റെ മോളാ, എനിക്കിങ്ങനെ ആപ്പൂപ്പളുടെ മുന്നിൽ ചൂളി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് ഋതു പറഞ്ഞു, അത് ശരിയാ, അയാൾക്കല്ലേലും ഇത്ര എല്ല് കൂടെ ആ വിൽപത്രത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവകാശം കാണിക്കാനായിട്ട് അയാൾ വരുന്ന, ഞങ്ങൾക്ക് എന്താണ് എന്റെ സമ്മതം അല്ലെന്ന് പറയണം. ഞങ്ങളുടെ ഒരു കാര്യത്തിന് അയാൾ ഇടപെടണ്ടെന്ന് പറയാം. എന്നിട്ട് അച്ചു പറഞ്ഞു, എന്റെ കാര്യത്തിൽ സേതുവേട്ടൻ ഇടപെടണം, വലിയേട്ടനാ
എൻ്റെ ഏട്ടൻ, അതുകൊണ്ട് വലിയേട്ടൻ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം എന്ന് പറയണം. പിന്നെ ഒരു വലിയേട്ടൻ വന്നിരിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ എന്തായാലും അയാൾ ഇടപെടാനൊന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അതെ, എത്രയും പെട്ടെന്ന് അമ്മ എൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി തരണമെന്ന് പറയാം. പൂർണ്ണമിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. സേതു രക്ഷിക്കാൻ ചെന്നാലും ഇവര് സേതുവിനെ ശിക്ഷിച്ചു വിടുവാണല്ലോ ചെയ്യുന്നത്. പിന്നീട് പൂർണ്ണിമ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താ? സേതു ഒരു കാരണവശാലും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടപെടില്ല, അതല്ലേ ഉള്ളൂ. ഞാൻ അവനോട് പറഞ്ഞ് തിരുത്തിക്കോളാന്ന് പറയണം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അച്ഛന് സങ്കടം വന്ന് അച്ഛൻ അങ്ങോട്ട് പോയി. ഋതുവും പല്ലവിയും കൂടെ പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്. അവരുടെ ഋതുവും സ്വാതിയും കൂടെ പരസ്പരം പറഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. കാരണം സേതുവായിട്ട് ഇനിയിപ്പം തങ്ങൾക്ക് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അയാളെ താങ്കൾ അനുസരിക്കേണ്ട എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ഈ സമയം ഇന്ദ്രൻ ആകപ്പാടെ അവശനായി വീട്ടിലേക്ക് വന്ന് കാറേ ഇറങ്ങുവാണ്. എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല, അമ്മാതിരി ചാമ്പിട്ടുണ്ടായിരുന്നു സേതു. കയ്യിലിങ്ങനെ നടക്കത്തില്ലാത്ത അവസ്ഥ വീട്ടിലേക്ക് കയറി വരികയാണ്. പിന്നീട് രാജലക്ഷ്മിനെ വിളിക്കുകയാണ്. രാജലക്ഷ്മി ഓടി വന്നു. എന്താടാ മോനെ ചോദിച്ചു ഓടി വന്ന് നോക്കുകയാണ്. ദേഹം മൊത്തം ചെള്ളയൊക്കെയാണ്. ഇതെന്താടാ മോനെ എന്താന്ന് ചോദിക്കണം. എന്ത് ചെയ്യാൻ എൻ്റെ അമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണം. എടാ മോനെ നിനക്ക് ഇത് എന്ത് പറ്റി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. ഒന്നുമില്ല, ആ സേതു ഉണ്ടല്ലോ അവൻ കോളേജ് വെച്ച് അടിച്ചെന്നൊക്കെ പറയണം. ദൈവമേ എൻ്റെ ഭഗവാൻ എന്തായി കേൾക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്ദ്രൻ പക്ഷെ ഇങ്ങനെ നാട് വേണം ആടിയിട്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് വീണു. ഇന്ദ്രന് ഒന്നിനും കഴിവില്ലമ്മേ, അടി കൊടുക്കാനും കഴിവില്ല, വളച്ചെടുക്കാനും ഒന്നിനും കഴിവില്ല. ഇന്ദ്രൻ ആകപ്പാടെ തകർന്നു പോയ അമ്മയെന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.